മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങുന്നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ മാലാഖമാർ. സ്വന്ത വേദനയതെല്ലാം മറന്ന് സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. തന്നിരുളിൽ കാരുണ്യത്താരങ്ങളാൽ ലോകം മുഴുവൻ ദീപ്തി പരത്താൻ പോകാം, യേശുവിൻ സാക്ഷ്യം നൽകാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകത്തിലുള്ള സകല നേഴ്സസിനു വേണ്ടി പ്രാർത്ഥിക്കുവാനായി ദിവികാരുണ്യ സന്നിധിയിലായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ മാസത്തിൻ്റെയും 4-ാമത്തെ ആഴ്ച കുറച്ച് നേഴ്സുമാർ ഒരുമിച്ച് ചേർന്ന് ദിവികാരുണ്യ ഈശോയുടെ സന്നിധിയിൽ ഒരാത്മാവും ഒരു ഹൃദയവുമായി പ്രാർത്ഥിക്കുമ്പോൾ അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള നേഴ്സസിന് ഒരു വലിയ ശക്തിയായി ആശ്വാസമായി മാറുന്നു എന്നറിയുന്നതിൽ ഈശോയ്ക്ക് നന്ദി പറയുന്നു.
നമുക്കറിയാവുന്നതുപോലെ കോഴിക്കോട് പേരാമ്പ്ര താലൂക്ക് ഹോസ്പിറ്റലിലെ ലിനി എന്ന നഴ്സ് നിപ്പ വൈറസ് ബാധിച്ച രോഗികളെ ശുശ്രൂഷിക്കുകയും പിന്നീട് അതേ രോഗം ബാധിച്ച് മരിക്കുകയും ചെയ്തതിലൂടെ നഴ്സിംഗ് എന്ന പ്രൊഫഷൻ്റെ മഹത്വവും നഴ്സസ് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ഒരിക്കൽ കൂടി ലോകം തിരിച്ചറിഞ്ഞു. അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അനേകം നഴ്സുമാർ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലുമുണ്ടാകാം ഒരു നഴ്സ്. പ്രിയമുള്ളവരെ, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാനായി ഈശോ നൽകിയ സമയമാണിത്. ഉരുകിയ ഹൃദയത്തോടെ ബഹ്റൈനിലെ നഴ്സസ് സഹോദരങ്ങളോട് ചേർന്ന് ലോകമെമ്പാടുമുള്ള നഴ്സസിനും അവർ ശുശ്രൂഷിക്കുന്ന രോഗികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയ എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായ എന്നെ നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയാൽ എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായ എന്നെ നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ പൂവേ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നെത്തിൽ. നിത്യം ആരാധന സ്തുതിനാഥ, നിത്യം ആരാധന സ്തുതിനാഥ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകത്തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നമുക്കായി ശിരസ് മുതൽ പാദം വരെ തകർന്നവനായി നമുക്കായി പാപപരിഹാര ബലിയായി മാറിയ ഈശോയെ നമുക്ക് ആരാധിക്കാം. അവിടുത്തെ നാമത്തിലാണ് നമുക്ക് വിടുതലും പാപമോചനവും നൽകപ്പെട്ടത്. നാം ഓരോ നിമിഷവും പാപം ചെയ്ത് ഈശോയെ വേദനിപ്പിക്കുമ്പോഴും പാവികളായ നമ്മെ മാറോട് ചേർക്കുന്ന ഈശോയുടെ സ്നേഹത്തെ നമുക്കോർക്കാം. ഇതുവരെയായിട്ടും ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഹൃദയം തുറക്കാത്ത ഓരോ മക്കളെയും ഈ ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള 2 കോടി നേഴ്സുമാരുടെയും അവരുടെ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ശാലോം TV-യിലൂടെ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളോടും കൂടെ നമുക്ക് ഈശോയെ സ്തുതിച്ചാരാധിക്കാം. നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അധരം തുറന്ന് ഹൃദയം തുറന്ന് നമുക്ക് ഈശോയെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് വേണ്ടി അവസാന തുള്ളി തിരുരക്തം വരെ ചിന്തി ഈശോയെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ. യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ ഞാൻ യോഗ്യനല്ല. യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ എങ്കിലും നീ സ്നേഹിച്ചു
സ്തുതിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ. അവിടുന്ന് നൽകിയ നന്മകളെ പ്രതി അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവിൻ. വചനം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും ദൈവനാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ. അവിടുത്തേക്ക് നന്ദി പറയുവാൻ അമാന്തിക്കരുത്. നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് നൽകിയിരിക്കുന്ന ഓരോ നന്മകളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. അമ്മയുടെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുൻപേ നിന്നെ അറിഞ്ഞിരുന്നു. നീ ജനിക്കുന്നതിന് മുൻപേ നിന്നെ വിശുദ്ധീകരിച്ച ഈശോയുടെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. നമുക്ക് സ്നേഹിക്കാനായി മാതാപിതാക്കളെയും സഹോദരങ്ങളെ, ജീവിത പങ്കാളി, മക്കൾ, സ്നേഹിതരെ നൽകി ഈശോയെ നമുക്ക് നന്ദി പറയാം. നമുക്ക് വിജ്ഞാനം പകർന്നു തന്ന ഗുരുഭൂതരെ ഓർത്ത് നന്ദി പറയാം. ദാനമായി നൽകിയ നമ്മുടെ ആരോഗ്യത്തെ, ജോലി, സമ്പത്ത് ഇവയെല്ലാം ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിത മേഖലകളിൽ, പ്രവൃത്തി മേഖലകളിൽ ഓരോ നിമിഷവും അവിടുന്ന് പരിപാലിക്കുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അനുഗ്രഹങ്ങളോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വന്ന സഹനങ്ങളെ, ദുഃഖങ്ങളെ, രോഗങ്ങളെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് പാട്ടുപാടി അവിടുത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. കാരുണ്യവാനായ ഈശോയെ, പരിശുദ്ധ കത്തോലിക്കാ സഭയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സഭയെ നയിക്കുവാനായി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെയും കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, അൽമായ പ്രേക്ഷിതർ ഏവരെയും ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും സഭയെ അവിടുന്ന് കാത്തുപരിപാലിക്കണമേ. തിരുസഭയെ അതിൻ്റെ വിശുദ്ധിയിലും പരിപൂർണതയിലും നയിക്കുന്നതിനാവശ്യമായ സ്വർഗീയ ജ്ഞാനത്താൽ അങ്ങേ അഭിഷിക്തരെ അവിടുന്ന് നിറയ്ക്കണമേ. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്നരുൾ ചെയ്ത യേശുവേ, ലോകസമാധാനത്തിനു വേണ്ടി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി യുദ്ധങ്ങളിലൂടെയും കലഹങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും, ഞങ്ങളായിരിക്കുന്ന ഈ രാജ്യത്തെയും ഞങ്ങളുടെ മാതൃരാജ്യത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് നിമിഷം സമർപ്പിക്കുന്നു. രാഷ്ട്രങ്ങൾ തമ്മിൽ പരസ്പര ഐക്യം നിലനിർത്തുവാനും എല്ലാ ജനങ്ങൾക്കും സമാധാനപൂർണമായ ഒരു ജീവിതം ലഭിക്കുന്നതിനും വേണ്ടി എല്ലാ രാഷ്ട്രത്തലവന്മാർക്കും ജ്ഞാനവും വിവേകവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന
ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി. സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ നീതിയിലും വിശുദ്ധിയിലും ഭരിക്കാനും ഹൃദയപരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനുമാണല്ലോ അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത്. കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ വിശദീകരിക്കുകയും ചെയ്ത സ്നേഹപിതാവായ ദൈവമേ, എല്ലാ കുടുംബങ്ങളെയും അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആത്മീയമായും ഭൗതികമായും നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി അർപ്പിക്കുന്നു. പരസ്പര വിശ്വാസമില്ലാതെ ജീവിക്കുന്ന ഓരോ ദമ്പതികളെയും അവരുടെ കുടുംബങ്ങളെയും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളെയും ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിക്കാം. അവിടുത്തെ തിരുഹൃദയത്തിൽ നിന്നും ഉയരുന്ന സ്നേഹാഗ്നിജ്വാലയാൽ അവരെ പൊതിയണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. സ്നേഹനാഥ, അങ്ങ് ദാനമായി നൽകിയ കുഞ്ഞുങ്ങളെ അങ്ങേ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്ന് സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും അവർ ഒരനുഗ്രഹമായി മാറണമേ. വിശുദ്ധിയിലും പരസ്പര സ്നേഹത്തിലും ദൈവവിശ്വാസത്തിലും അവരെ വളർത്താനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. തിരുക്കുടുംബത്തെ മാതൃകയാക്കി ജീവിക്കാനും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ധാരാളം ദൈവവിളികൾ നൽകി അനുഗ്രഹിക്കാനും കൃപയാകണമേ. എല്ലാ രോഗാവസ്ഥകളെയും സാമ്പത്തിക തകർച്ചകളെയും തമ്പുരാനെ അങ്ങ് ഏറ്റെടുക്കണമേ. പാപസാഹചര്യങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവെ, അങ്ങയുടെ ഹിതമെന്തെന്ന് തിരിച്ചറിയാനും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്ന് വിവേചിച്ചറിയാനുമുള്ള ജ്ഞാനം നൽകി അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ഓരോ കുടുംബങ്ങളെയും നിറയ്ക്കണമേ എന്ന് ദിവ്യകാരുണ്യനാഥനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിങ്ങളുടെ മുറിവുകൾ സുഖപ്പെടുത്തും. കാരുണ്യവാനായ ഈശോയെ, ഈ ദിവ്യകാരുണ്യത്തിലേക്ക് രോഗികളായിരിക്കുന്ന ഓരോ നഴ്സുമാരെയും സമർപ്പിക്കുന്നു. വിവിധ രോഗത്താൽ വിഷമിക്കുന്ന, പ്രത്യേകിച്ച് ക്യാൻസർ രോഗത്താലും മാറാ രോഗത്താലും വിഷമിക്കുന്ന ഓരോ സഹോദരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണല്ലോ, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന ഓരോ രോഗികളെയും ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ ശുശ്രൂഷിക്കുമ്പോഴെല്ലാം അവിടുത്തെ സ്നേഹവും സൗഖ്യവും അവരിലേക്ക് ഒഴുക്കണമേ. അവരുടെ വേദനകളിൽ ആശ്വാസമരുളണമേ. അവരുടെ സഹനങ്ങളെ കൃപകളാക്കി മാറ്റണമേ. അവിടുത്തെ തിരുരക്തത്താൽ അവരെ കഴുകി വചനമയച്ച് അവരെ സൗഖ്യപ്പെടുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അറിവു തോന്നണേ,
ഒരിക്കൽ കൂടി ലോകമെമ്പാടുമുള്ള 2 കോടി നേഴ്സുമാരെയും ഈ ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിക്കുന്നു. ഓരോ നേഴ്സും ഈശോയുടെ സ്നേഹത്താൽ നിറഞ്ഞ് താങ്കളായിരിക്കുന്ന ഇടങ്ങളിൽ ഈശോയെ പകർന്നു നൽകുവാനുള്ള കൃപ കൊടുക്കണമേ. അങ്ങനെ ഓരോ നേഴ്സും വിശുദ്ധരും വിശുദ്ധകളുമായി തീരുവാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. ദൈവത്തിന് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുമ്പോൾ എത്ര വലിയ ആശ്വാസമാണ് നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നത് അല്ലേ? ഈ സമയങ്ങളിൽ ഈശോ നമ്മിലേക്ക് ഒഴുക്കിയ സ്നേഹത്തിനും കരുണയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതിനു പകരമായി അവിടുത്തെ സ്നേഹവും കരുണയും നമ്മുടെ ജോലി മേഖലകളിലും കുടുംബങ്ങളിലുമെല്ലാം നാമും പകർന്നു കൊടുക്കണം. ഓരോ ദിവസവും രാവിലെ ഈശോയോട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഇന്ന് ഞാൻ കാണുന്നവരിലേക്ക് അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാനുള്ള ശക്തിയും കൃപയും എനിക്ക് തരണമേ എന്ന്. ഒരാൾക്കെങ്കിലും ഈശോയെ പകർന്നു കൊടുക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനുള്ള കൃപ ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.